ഈശ്വരെ പറയുന്നത് ധാർഷ്ട്യം, കാണിക്കുന്നത് മാടമ്പിത്തരം, പുറത്താക്കുകയല്ലേ വേണ്ടത് എന്ന് സിനിമാ ലോകത്തുള്ളവർ എന്ന് തന്നെ ചോദിക്കുമ്പോൾ ഞാൻ അമിത് അത് പറഞ്ഞ് നിർത്തിയിടത്ത് വെച്ച് ചോദിക്കുകയാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശ്രീ എം എ നിഷാദ് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യത്തെ വളരെ സ്വാഗതം ചെയ്യണം ചർച്ചയ്ക്ക് വേണ്ടി. അത്തരം സവർണ മാടമ്പിത്തരങ്ങൾ പറ്റില്ല എന്ന് ജാതി കൂടി മെൻഷൻ ചെയ്ത് അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ വിനായകനായിരുന്നെങ്കിൽ സജി ചെറിയാന് പറയാമായിരുന്നു രഞ്ജിത്ത് ചെയ്യുന്നത് ഒരു കലാപ്രവർത്തനമാണ്, ദളിത് വോട്ട് ബാങ്ക് മനസ്സിൽ വെച്ചുകൊണ്ട് പറയാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, രഞ്ജിത്ത് നായരായിപ്പോയി. അതുകൊണ്ട് രഞ്ജിത്ത് ഇനിയും സവർണ മാടമ്പിയെ സപ്പോർട്ട് ചെയ്തു എന്നൊരു തോന്നലുണ്ടാക്കണ്ട എന്ന് ലെഫ്റ്റിന്റെ ആൾക്കാർക്ക് തോന്നിയെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അപ്പൊ രഞ്ജിത്താണോ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം? രഞ്ജിത്തിന്റെ പെരുമാറ്റമാണോ? മാടമ്പിത്തരം, വരിക്കാശ്ശേരി മന, സവർണ മാടമ്പിത്തരം, പണ്ട് കാലമൊക്കെ മാറി എന്തൊക്കെ പ്രയോഗങ്ങളാണ്. കൃത്യമായി രഞ്ജിത്തിന്റെ ജാതിയെയും മതത്തെയും രഞ്ജിത്തിന്റെ ബോധത്തെയും ഒക്കെ ആക്രമിക്കുന്ന രീതിയിലല്ലേ നമ്മുടെ ചർച്ച പോകുന്നത്. ശ്രീ രഞ്ജിത്ത് ആലോചിച്ച് നോക്കൂ, എത്ര എല്ലാ പക്ഷത്തുമുള്ള സിനിമകൾ, അത് നരസിംഹമാണെങ്കിലും സമ്മരൻ ബഥിലയും ആണെങ്കിലും അദ്ദേഹത്തിന് തന്നെ കമ്മ്യൂണിസ്റ്റ് ചായവുള്ള സിനിമകളാണെങ്കിലും എത്രയോ വ്യത്യസ്ത ആശയധാരകൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കേരളീയ സമൂഹത്തിൽ 35 വർഷം അല്ലെങ്കിൽ 40 വർഷത്തോളമായി നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായ ആ വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന്, ശ്രീ രഞ്ജിത്തിന്റെ വരികൾ തന്നെ വായിക്കാം, എന്റെ വീട്ടിന്റെ വരാന്തയിലിരുന്ന് ഞാൻ നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അക്കാഡമി ചെയർമാന്റെ കസേരയിലോ ഓഫീസിലോ ഇരുന്നല്ല ഞാൻ നടത്തിയത്, എന്റെ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്ന് നടത്തിയ സൗഹാർദ്ദ സംഭാഷണമായിരുന്നു. നമുക്കെല്ലാം ഇഷ്ടമുള്ള മോഹൻലാലിന്റെ തൂവാനത്തുമ്പികൾ, ഞാനൊരു തൂവാനത്തുമ്പികൾ അഡിക്റ്റാണ്, എനിക്ക് ജയകൃഷ്ണയും ക്ലാരയും ഞാൻ അഡിക്റ്റാണ്. പക്ഷേ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു 10-1 എന്ന് കണക്കാക്കാൻ കഴിയുന്ന ഒരു സിനിമയെ അദ്ദേഹം ബോറാണെന്നും തൃശ്ശൂർ ഭാഷ വളരെ ബോറാണെന്നും ഒക്കെ പറഞ്ഞു. നമ്മുടെ പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ അത് പ്രതികരിച്ചോ നോക്കൂ. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ രഞ്ജിത്തിനെ എനിക്കറിയാം, അദ്ദേഹം ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടല്ല സംസാരിച്ചത്. നേരിന്റെ പ്രൊമോഷനിടയിൽ ശ്രീ മോഹൻലാൽ പറഞ്ഞത് എന്താണ്, അന്ന് തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ഒരു വിമർശനം വന്നാലോ ഒരു ഫീഡ്ബാക്ക് വന്നാലോ അതിൽ നിന്ന് ഉൾക്കൊള്ളാം എന്ന് പറയുന്നത്. രാഹുൽ, രണ്ട് വിഷയം. ഒന്ന്, റിട്ടയർ ചെയ്ത ഒരു സംവിധായകന്റെ അടുത്ത് പോയ അഭിമുഖം എടുത്തതല്ല ഇന്ത്യൻ എക്സ്പ്രസ്, ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ അടുത്താണ് ചോദിച്ചത്. അത് കുറഞ്ഞ പക്ഷം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടായിരിക്കണമല്ലോ. വീട്ടിലിരുന്നാണ് പറയുന്നത്, വീട്ടിലിരുന്ന ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നിടത്തൊക്കെ അതിലൊരു തമാശയാണല്ലോ ഉണ്ടാവുക. ശ്രീമതി അപർണ തന്നെ ആ വരി നോക്കിയാൽ മതി. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചാണ് ചോദിച്ചു തുടങ്ങിയത്. എന്നിട്ട് ശ്രീ രഞ്ജിത്ത് തന്നെയാണ് നമുക്ക് അക്കാഡമിയെ കുറിച്ചും ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞു. വളരെ കാഷ്വലായി അദ്ദേഹം തൂവാനത്തുമ്പികൾക്കെതിരെ, മമ്മൂട്ടിക്കെതിരെ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു വിമർശനം പറഞ്ഞു. ആ ഭാഗത്തിൽ ഡോക്ടർ ബിജു, ഒരിക്കലും ഡോക്ടർ ബിജുവിനെ പോലെ പ്രതിഭയുള്ള ഒരു സംവിധായകനെ ചെറുതാക്കി കാണിക്കണം എന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ കൊമേഴ്ഷ്യൽ വാല്യൂ കുറെ കൂടി വേണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് എന്നൊരു വിമർശനം ഒരാൾ പറയുകയാണെങ്കിൽ ഞാനത് ഉൾക്കൊള്ളാം. ജനപ്രീതിയും കലാമൂല്യവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ എടുക്കാം എന്നൊരു റെസ്പോൺസ് അല്ലേ വരേണ്ടത്. പെട്ടെന്ന് സവർണനായി, പെട്ടെന്ന് മാടമ്പിയായി, പെട്ടെന്ന് വരിക്കാശ്ശേരി മന കയറി വന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ സാമുദായിക താല്പര്യങ്ങൾ ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? കാര്യം ഈ ചർച്ചയിൽ രാഹുൽ ഈശ്വർ എന്ന വലതുപക്ഷ സവർണ ബ്രാഹ്മണനല്ല ജാതിയോ മതമോ കൊണ്ടുവന്നത്. പകരം ശ്രീ രഞ്ജിത്തിനെ എതിർക്കുന്നവരാണ് സവർണ എന്ന വാക്ക് ഉപയോഗിച്ചത്, സവർണ മാടമ്പി എന്ന് ഉപയോഗിച്ചത്, വരിക്കാശ്ശേരി മനയല്ല ഉപയോഗിച്ചത്, പഴയ കാലം മാറിപ്പോയി എന്ന് ഉപയോഗിച്ചത്. അപ്പോ കൃത്യമായി ശ്രീ രഞ്ജിത്തിനോടുള്ള വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ശ്രീ രഞ്ജിത്ത് ഒരിക്കലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ പഴയ സാമുദായിക പൊതുബോധമൊന്നും ഇല്ലാത്ത വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രഞ്ജിത്തിനെ പോലും മറുവശത്ത് ചേർത്ത് നിന്ന് കള്ളിയിലാക്കി അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ, കരിവാരി തേക്കുമ്പോൾ, അദ്ദേഹത്തെ അധിക്ഷേപിക്കുമ്പോൾ സാംസ്കാരിക കേരളം എങ്ങോട്ടാ പോകുന്നത്? ശ്രീ രഞ്ജിത്തിന്റെ ആ പരാമർശം ശരിയായി. അല്ലെങ്കിൽ ശ്രീ വിനായകന്റെ, അത് സജി ചെറിയാൻ മന്ത്രി പറയില്ല, കാര്യം വിനായകനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വോട്ട് ബാങ്കും മറ്റും പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് വിനായകൻ സെക്സ് ചോദിച്ചാലും കുഴപ്പമില്ല. വിനായകൻ ഒരു മാധ്യമ പ്രവർത്തക, ഞാനടക്കം മാധ്യമ പ്രവർത്തന മേഖലയിലുള്ളവരാണ്, ഒരു മാധ്യമ പ്രവർത്തകയോട് പബ്ലിക്കലി സെക്സ് ചോദിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മോശം പറഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ കലാപ്രവർത്തനമാണ്. പോലീസ് സ്റ്റേഷൻ രാഹുൽ, ഒരു വശത്ത് അതാകാമെങ്കിൽ ഇവിടെ ഇതല്ല എന്ന് പറയുന്നിടത്ത് എന്ത് അർത്ഥമുണ്ട്? അങ്ങനെയല്ല. ശ്രീ വിനായകൻ ചെയ്തത് എത്രയോ ഗൗരവമുള്ള തെറ്റാണ്, ഒഫൻസ് എടുക്കാൻ കഴിയുന്ന തെറ്റാണ്. ശ്രീ സുരേഷ് ഗോപി വളരെ ലാഘവത്തോടെ തോളിൽ തട്ടി സംസാരിച്ചപ്പോ സുരേഷ് ഗോപിക്കെതിരെ സെക്ഷൽ അസോൾട്ടിന് FIR ഇട്ട പോലീസ് വിനായകനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തിയോ? വിനായകനെതിരെ ഏത് വകുപ്പിട്ടാണ് കേസെടുത്തത്? അപ്പൊ അതൊന്നും ഇവിടെ നടന്നില്ലല്ലോ. അപ്പൊ ഈ നാട്ടിൽ പലപ്പോഴും രാഷ്ട്രീയം, മതം, സമുദായം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. ദൗർഭാഗ്യം എന്തെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും അതിൽ നിന്ന് മുക്തരല്ല. ബാക്കി പാർട്ടികൾ പണ്ട് മുതലേ അങ്ങനെ ഒരു ഞാൻ തിരികെ എത്താം. ഇത് കേൾക്കുന്നുണ്ടോ?